जिन परिजनों ने अपने स्वजन खोए हैं उसकी पूर्ति करना तो हम मनुष्य के लिए संभव नहीं है, लेकिन उनका भावी जीवन उनके सपने चूर चूर न हो जाए, ये हम सबका सामूहिक दायित्व है। और भारत सरकार और देश इस संकट की घड़ी में यहां के पीड़ितों के साथ हैं। और मैं विश्वास दिलाता हूं इन परिजनों को भी कि वे अकेले नहीं हैं। इस दुख की घड़ी में चाहे राज्य सरकार हो, केंद्र सरकार हो या देश के जन जन नागरिक हो, हम सब उस संकट की घड़ी में उनके साथ हैं। और जैसे ही मेमोरेंडम आएगा तो बहुत ही उदारता पूर्वक इन सारी समस्याओं के समाधान के लिए केरल सरकार के साथ भारत सरकार खड़ी रहेगी। और मैं नहीं मानता हूं कि धन के अभाव में यहां कोई काम रुकेगा, क्योंकि छोटे बच्चे हैं, परिवार में सब कुछ खो चुके हैं। इनके लिए एक लंबे समय की योजना हम लोगों को बनानी होगी। मैं आशा करता हूं कि राज्य सरकार उस पर भी विस्तार से करेगी और उसमें भी जो कुछ भारत सरकार अपना हाथ बटा सकती है वो बटाएगी। और मैं आपको विश्वास दिलाता हूं कि देश और भारत सरकार कोई भी कसर नहीं छोड़ेगी। जितनी डिटेल आपकी आएगी, चाहे आवास की बात हो, चाहे स्कूल बनाने की बात हो, चाहे रोड के इंफ्रास्ट्रक्चर का काम हो, इन बच्चों के भविष्य के लिए कुछ व्यवस्थाएं करने की बात हो, जैसे ही डिटेल बन करके आपकी तरफ से आएगी, हमारी तरफ से पूरा सहयोग रहेगा, ये मैं आपको विश्वास दिलाता हूं। പ്രധാനമന്ത്രി വളരെ പോസിറ്റീവായ സമീപനം സ്വീകരിക്കും, അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുള്ള കാര്യം സംസ്ഥാന സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി അവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിന് എല്ലാ നിലയിലുമുള്ള സഹായവും പിന്തുണയും മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി. പിന്നീട് സംസാരിച്ച പ്രധാനമന്ത്രി കാര്യങ്ങളൊക്കെ തന്നെ നല്ല നിലയിൽ മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടെ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. എല്ലാ നിലയിലും കേന്ദ്ര സർക്കാർ പിന്തുണ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നൽകുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഇതുപോലുള്ള ദുരന്ത ഭൂമിയിൽ പണ്ടുണ്ടായ അനുഭവം അവിടെ സൂചിപ്പിച്ചിരുന്നു. 1970 അവസാനത്തിൽ ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ഇതുപോലുള്ള ഒരു ദുരന്തത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ ഈ ദുരന്തത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തിന്റെ കുറവ് കാരണം ഒരു തരത്തിലുമുള്ള പ്രയാസം കേരളത്തിന് അനുഭവിക്കേണ്ടി വരില്ല, എല്ലാ നിലയിലുമുള്ള പിന്തുണ കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. കേരളത്തിന് വേണ്ടി ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ജനതയ്ക്ക് വേണ്ടി ഒരു മെമ്മോറാണ്ടം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുകയുണ്ടായി. ആ മെമ്മോറാണ്ടത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ ഭാഗമായി മറ്റ് കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രധാനമന്ത്രി അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ നിലയിലും കേരളത്തെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടുമെന്നാണ് പ്രധാനമന്ത്രി യോഗത്തിൽ അറിയിച്ചിട്ടുള്ളത്. യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ഫലം വരുമെന്ന് നമുക്കൊക്കെ പ്രത്യാശിക്കാം. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാടിനെ ചേർത്ത് പിടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയം മോദി വയനാട്ടിലെ ദുരന്ത ഭൂമി നടന്നു കണ്ടു. ആദ്യം ഹെലികോപ്റ്ററിൽ ആകാശവീക്ഷണം, പിന്നെ ചൂരൽമലയിലെ ഉരുളെടുത്ത പ്രദേശങ്ങളിലൂടെ നടപ്പ്. ഉദ്യോഗസ്ഥരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയും തകർന്നു പോയ സ്കൂളിലെ കുട്ടികളുടെ കാര്യങ്ങൾ തിരക്കിയും ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ക്യാമ്പിലും ആശുപത്രിയിലും സന്ദർശിച്ച് ആശ്വസിപ്പിച്ചും 4 മണിക്കൂറോളം പുനരധിവാസത്തിന് പണം തടസ്സമാകില്ലെന്ന് പ്രഖ്യാപനം. ചൂരൽമലയുടെയും മുണ്ടക്കൈയുടെയും തിരിച്ചുവരവിന് കേന്ദ്രം ഒപ്പമുണ്ടെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുകയാണ്. പുനരധിവാസം വേഗത്തിലാക്കാൻ കേരളത്തിന് വേഗം കൂടില്ലേ? പ്രൈം ഡിബേറ്റിൽ IC ബാലകൃഷ്ണൻ MLA തത്സമയം ചേരുകയാണ്. ഒപ്പം മാധ്യമപ്രവർത്തകനായ ശ്രീ MK രാംദാസ്,
RJD നേതാവായ ശ്രീ സലീം മടവൂർ എന്നിവരും ചേരുകയാണ്. ആദ്യം ശ്രീ IC ബാലകൃഷ്ണൻ, ഇന്ന് പ്രധാനമന്ത്രിയുടെ വയനാട്ടിലെ സന്ദർശനത്തെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, താങ്കളുടെ പാർട്ടി കാണുന്നത്? പ്രതിപക്ഷം പൂർണ്ണമായ പിന്തുണ സർക്കാരിന് നൽകിയിരിക്കുകയാണല്ലോ ഈ സമയത്ത്. കേന്ദ്രത്തിൽ നിന്ന് ആവശ്യമായ തുക പുനരധിവാസത്തിന് വാങ്ങിയെടുക്കാനുള്ള എല്ലാ പിന്തുണയും നേരത്തെ തന്നെ വാഗ്ദാനം ചെയ്തിരുന്നതാണ്. ഇന്ന് പ്രധാനമന്ത്രി വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിൽ ഇത്ര സമയം ചെലവഴിക്കുകയും ഒരു വലിയ ഉറപ്പ് നൽകുകയും ചെയ്തത് എത്രമാത്രം പുനരധിവാസത്തിന് വേഗം കൂട്ടാൻ സഹായകരമാണ്? പ്രതിപക്ഷം വയനാട്ടിലുണ്ടായ ഈ മഹാദുരന്തം നമുക്കറിയാം. പുഞ്ചിരിമുട്ടത്തു നിന്നും ഉത്ഭവിച്ച ഉരുൾപൊട്ടൽ, മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ചൂരൽമല മേഖലയിൽ അങ്ങനെ ചാലിയാർ വരെ എത്തിയിട്ടുണ്ട്. ഈ ഭയാനകമായ സംഭവങ്ങളുണ്ടായപ്പോൾ പ്രതിപക്ഷത്തിന്റെ വലിയ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട നേതാവ്, കേന്ദ്ര പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെല്ലാം ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയത്. മാത്രമല്ല, കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ഉപപ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് പിന്തുണ പരസ്യമായി പറയുകയുണ്ടായി. പാർലമെന്റിൽ പ്രിയപ്പെട്ട KC വേണുഗോപാലും ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഈ വിഷയം ആഴത്തിൽ പഠിച്ച് വളരെ ഗൗരവമായി ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ആ സമയത്ത് പറയുകയുണ്ടായി, കേരളത്തിന് വേണ്ടി, വയനാടിന് വേണ്ടി പ്രത്യേകം പാക്കേജ്, ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു വലിയ പാക്കേജ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണമെന്ന് പാർലമെന്റ് ഉന്നയിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പ്രദേശം വളരെ ഗൗരവപൂർവമാണ് സന്ദർശിച്ചത്. നമുക്കറിയാലോ, ആകാശ വീക്ഷണം, അതിനുശേഷം SKMJ ഹൈസ്കൂൾ വന്നിറങ്ങി കാർ മാർഗമാണ് ആ പ്രദേശത്തെത്തിയത്. ആ പ്രദേശത്ത് സ്കൂളുകൾ സന്ദർശിച്ചു, പാലം സന്ദർശിച്ചു. അവിടെയൊക്കെ ഉണ്ടായ നഷ്ടങ്ങൾ അദ്ദേഹം നേരിൽ വിലയിരുത്തി എന്നുള്ളതാണ്. കാരണം പാലങ്ങൾ തകർന്നു, റോഡുകൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, ദേവാലയങ്ങൾ തകർന്നു, പള്ളികൾ, അമ്പലങ്ങൾ, നിരവധി സഹോദരങ്ങൾ മണ്ണിന്റെ അടിയിൽപ്പെട്ടു. കൂടുതൽ ബോഡികൾ കണ്ടെത്താൻ കഴിഞ്ഞു. ജീവിച്ചിരിക്കുന്നവരുടെ സാഹചര്യം ഇനി എങ്ങനെയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നം. വ്യക്തമായി ഞാൻ പറയുന്നു, പുത്തുമലയിൽ നമുക്ക് 2019 ദുരന്തം 22 ജീവനെടുത്തു. അതിനുശേഷം 5 വർഷം തികയുമ്പോഴാണ് തൊട്ടടുത്ത് ഏതാണ്ട് 5 കിലോമീറ്ററിന്റെ ഉള്ളിൽ പുഞ്ചിരിമുട്ടത്ത് ഉണ്ടാവുന്ന ഈ മഹാദുരന്തം. അപ്പോൾ ഇത് വളരെ ഗൗരവമായി കാണേണ്ടതും അവിടുത്തെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങളെ പാടെ അവിടുന്ന് നീക്കം ചെയ്ത് പുനരധിവാസത്തിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായ രീതി, അവിടെ രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല. ഞാൻ ഏതാണ്ട് 30-ാം തീയതി മുതൽ അവിടെ നിന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്, ഈ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയം നോക്കാതെ സേവന മനോഭാവത്തോടുകൂടി എത്തിയ റെസ്ക്യൂ ടീം, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാര്, മിലിറ്ററി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. 30-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മളെല്ലാവരും വീക്ഷിച്ചതാണ്. താൽക്കാലികമായി പാലമിട്ടിട്ടാണ് റിസോർട്ടിലും മദ്രസിലും അഭയം തേടിയ സഹോദരങ്ങളെ അവിടെ നിന്നും പുറത്തു കൊണ്ടുവന്ന് ക്യാമ്പിലോട്ടാക്കിയത്. ഇന്ന് ക്യാമ്പ് സന്ദർശിച്ചു പ്രധാനമന്ത്രി.
അച്ഛനും അമ്മയും ബന്ധുക്കളും നഷ്ടപ്പെട്ട കുട്ടികളെ കണ്ടു, ഒടിയവർ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങളെ കണ്ടു, ഭവനങ്ങൾ നഷ്ടപ്പെട്ട സഹോദരങ്ങളെ കണ്ടു, ആസ്പത്രിയിൽ അപകടത്തിൽപ്പെട്ട കുടുംബങ്ങളെ കണ്ടു. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമില്ലാതെ കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാനടക്കം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചത്. മാത്രമല്ല, പുനരധിവാസത്തോടൊപ്പം ടൗൺഷിപ്പ് പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവമായി നിഷ്പക്ഷമായുള്ള പദ്ധതികളും പ്രൊജക്ടുകളും ഉണ്ടാക്കി പുനരധിവാസം ഉണ്ടാക്കിയെടുക്കുകയും മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് വലിയ പ്രതീക്ഷയേകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നത്, പ്രധാനമന്ത്രി പറഞ്ഞു 1970 ഗുജറാത്ത് ദുരന്തം, ആ ഗുജറാത്ത് ദുരന്തം നേരിൽ സാക്ഷ്യം വഹിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തിന്റെ ഉടമ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ഒരു ദുരന്ത ഭൂമിയിലുള്ള ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് നമുക്കിന്ന് ആവശ്യം. ഇന്നും നിരവധി സഹോദരങ്ങൾ ക്യാമ്പിലുണ്ട്. ഇപ്പോഴും നിരവധി ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരിച്ചറിയാൻ കഴിയാത്ത ബോഡി, ശരീരഭാഗങ്ങൾ ഒരുമിച്ച് അവിടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടക്കം ചെയ്യാൻ കഴിഞ്ഞു. അതിലാരും ഒന്നും എവിടെയും ഭഗതിരിവോ അല്ലെങ്കിൽ മറ്റൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നും ബോഡി അടക്കിക്കൊണ്ടിരിക്കുക. സർവമത പ്രാർത്ഥന, ജില്ലാ ഭരണകൂടം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ഉദാഹരണം. മന്ത്രിമാരാകട്ടെ ഉപസമിതികൾ കൂടുന്നു, MLA-മാരായിട്ട് ആലോചിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, നേരെ സാക്ഷ്യം വഹിച്ചതും ഞങ്ങൾ ഒരുമിച്ച് നിന്ന് മന്ത്രിമാരും ആ നിയോജകമണ്ഡലം MLA ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള എല്ലാവരും, ഞങ്ങൾ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരുമിച്ച് ഇതിന്റെ ഭാഗമായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ദുഃഖത്തിൽ നമ്മൾ നേടിയെടുത്ത സന്തോഷം. ഇനിയൊരാള് പോലും ഇതുപോലെ ദുരന്തത്തിൽ പെടാത്ത രൂപത്തിലേക്കുള്ള വയനാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ പ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പുനരധിവാസമായ പദ്ധതികൾ വളരെ ഗൗരവത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പാക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവും മുഖ്യമന്ത്രിയുടെ വരവും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വരവും എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലുകളും ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ശരി ശ്രീ IC ബാലകൃഷ്ണൻ. ഇപ്പോൾ ശ്രീ സലീം മടവൂർ കൂടി ചേരുന്നുണ്ട്. ശ്രീ സലീം മടവൂർ, ഇവിടെ നേരത്തെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്രത്തിൽ നിന്നുള്ള ആദ്യ പ്രതികരണമൊക്കെ കേരളത്തിനെതിരായി വന്നതാണ്. പക്ഷേ ഇപ്പോൾ അതെല്ലാം അലിഞ്ഞില്ലാതായിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഓരോ വാചകത്തിലും കേരളത്തോടൊപ്പമുണ്ട് കേന്ദ്രം, അതിൽ പണം ഒരു തടസ്സമാകില്ല പുനരധിവാസത്തിന് വയനാട്ടിലെ എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുകയാണ്. പദ്ധതി തന്നോളൂ, അത് കേന്ദ്രം പരിഗണിക്കുമെന്ന കാര്യം പറയുകയാണ്. മെമ്മോറാണ്ടം നൽകിക്കോളൂ എന്ന് അദ്ദേഹം പറയുകയാണ്. കുട്ടികളുടെ കാര്യം അദ്ദേഹം എടുത്തു ചോദിക്കുകയാണ്. അത് ഉദ്യോഗസ്ഥരോടും എടുത്തു ചോദിച്ചു. അത് മാത്രമല്ല, യോഗത്തിലും അത് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം സംസാരിച്ച സമയത്തും അദ്ദേഹം ഇതേ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ബലം നൽകിക്കൊണ്ട് പറഞ്ഞത്. കുട്ടികളുടെ കാര്യം, പ്രത്യേകിച്ച് സ്കൂളിൻ്റെ കാര്യം അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം പ്രതീക്ഷ നൽകുന്ന ഘടകമാണല്ലോ. 2000 കോടിയുടെ പാക്കേജ് എന്ന ആവശ്യമാണ് കേരളം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത് പുനരധിവാസത്തിന് മാത്രം ഉള്ളതാണ്, അതും തുടക്ക രീതിയിൽ എന്നുള്ളതാണ് കേരളം ഇപ്പോൾ ഇങ്ങനെയൊരു പാക്കേജ് ആവശ്യപ്പെടുന്നത്. ഇത് അനുവദിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ ഇപ്പോഴുള്ളത്? അതോ വെറും വാക്കായി മാറാനുള്ള അങ്ങനെ ഒരു വിമർശനം നമുക്ക് ഉന്നയിക്കാനുള്ള സമയമല്ലല്ലോ ഇതെന്തായാലും? അല്ല, അത് വിമർശനം ഉന്നയിക്കാനുള്ള സമയമല്ല. പക്ഷേ കർണാടകത്തിന് 2022-24 കഴിഞ്ഞ ദിവസവും 2 ദിവസം മുമ്പ് രാജ്യസഭയിൽ നിത്യാനന്ദ റായ് അവിടെ സഹമന്ത്രി പറഞ്ഞിരിക്കുന്നത് 941 കോടി രൂപയാണ് കർണാടകക്ക് ഫ്ലഡ് വിഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ ആസാമിന് ഏതാണ്ട്
594 കോടിയും ഹിമാചൽ പ്രദേശിന്റെ 873 കോടി രൂപയും ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സഹായം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഒരു അടിയന്തര സഹായം, മറ്റുള്ളതൊക്കെ ഡൽഹിയിൽ പോയിട്ട് ചർച്ച ചെയ്യട്ടെ, പെട്ടെന്നുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കണ്ണീരൊപ്പുന്ന രൂപത്തിലുള്ള ഒരു അടിയന്തര സഹായം അദ്ദേഹം പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാ മലയാളികളും എന്നെ പോലെ തന്നെ വിശ്വസിച്ചത്. നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രി എല്ലാം കണ്ടുപോയി അവിടെ പോയി തീരുമാനിക്കുമെന്ന് പറഞ്ഞു എന്നല്ലാതെ ഇവിടെ വെച്ച് ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി അദ്ദേഹം ആ സ്ഥലത്ത് വന്നു, കണ്ടു. നന്ദിയുണ്ട്, ഒരു മലയാളി എന്നുള്ള നിലക്ക് നന്ദിയുണ്ട്, അദ്ദേഹം വന്നു കണ്ടു. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നുള്ള ഈ ആളുകളെ, പെട്ടെന്ന് ഇപ്പൊ സ്കൂളുകളിൽ കിടക്കുന്ന ആളുകളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പുനരധിവാസത്തിനും അതേപോലെ രക്ഷാപ്രവർത്തനം, ഇതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിയന്തര സഹായം, റോഡുകൾ പുനർനിർമ്മിക്കണം, പല പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ള അദ്ദേഹം തന്നെ റോഡ് നടന്ന് കണ്ടതാണ്. ആ ബെയിലി പാലം മാറ്റിയിട്ട് അവിടെ സ്ഥിരമായ പാലം വേണം. അത് അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ആവശ്യമായ ഒരു അടിയന്തര സഹായം ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചാൽ കുറച്ചുകൂടെ നന്നാവുമായി. പക്ഷെ വേണ്ടതെല്ലാം ചെയ്യുമെന്നുള്ള ഉറപ്പ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അല്ല, അത് പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇവിടെ നിന്ന് പറയുമ്പോഴുള്ള അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. അദ്ദേഹം പോയി ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടെ വെച്ച് അത് പറഞ്ഞിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. കേരളത്തിൽ വന്ന് ഇതൊക്കെ കണ്ട് സാധാരണ പ്രധാനമന്ത്രിമാരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരു അടിയന്തര സഹായം പ്രഖ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇവിടെ അത് ഉണ്ടായില്ല അദ്ദേഹത്തിന്. അതേപോലെ തന്നെ നമുക്ക് അടിക്കടി ഉണ്ടായിരിക്കുന്ന ആഗോള കാലാവസ്ഥാ വ്യതിയാനം, അത് കേരളത്തെയും അതേപോലെ വിവിധ പ്രദേശങ്ങളെ, ഹിമാചൽ പ്രദേശിനെ, അതേപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ശ്രീനഗറിലുണ്ടായിരുന്നു. അവിടെ 86 വർഷത്തെ ഏറ്റവും വലിയ ചൂടാണ്. അപ്പൊ നമുക്കവിടെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ, ഫാൻ ഇട്ടിട്ട് പോലും ഉറങ്ങാൻ കഴിയാത്ത ചൂടാണ്, കൊടും ചൂടാണ്. അപ്പൊ ഈ കാലാവസ്ഥാ വ്യതിയാനം എല്ലാ മേഖലയും ബാധിക്കും. അതിൽ കേരളം അതിന്റെ വലിയൊരു ഇരയാകുകയാണ്. നിരന്തരമായിട്ട് നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു, കൊടും ചൂടുണ്ടാവുന്നു. അപ്പോൾ ഇതേക്കുറിച്ച് പഠിക്കാൻ ആവശ്യമായ ഒരു സംവിധാനം അത് കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഗൗരവമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ തന്നെ ഈ മീറ്റിംഗിലേക്ക് കുറച്ചുകൂടെ പ്രധാനമന്ത്രിയുടെ കൂടെ, അത് വലിയൊരു മീറ്റിംഗ്, നേരത്തെ വലിയ ദുരന്തമാണെങ്കിൽ കൂടിയിട്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഗുജറാത്ത് ഭൂകമ്പം ഉണ്ടായപ്പോൾ 6 കേന്ദ്രമന്ത്രി, അത് 1,25,000 ആൾ മരിച്ചു കേട്ടോ, വലിയ ദുരന്തമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം, അന്നത്തെ പ്രധാനമന്ത്രി വലിയൊരു ടീം, എല്ലാ മന്ത്രിമാരെ എല്ലാവരെയും ഇരുത്തിക്കൊണ്ടാണ് അതിന്റെ യോഗം അവിടെ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇത് ചർച്ച ചെയ്ത്. ശ്രീ നരേന്ദ്രമോദിയാണെന്ന് എനിക്ക് അന്ന് അവിടുത്തെ മുഖ്യമന്ത്രി. അപ്പൊ കേരളത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത് കുറച്ചുകൂടെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരും കേന്ദ്ര തലത്തിലുള്ള കുറച്ചുകൂടെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റിയ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വരുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ കോട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഡൽഹിയിൽ പോയി, നമുക്ക് വിശ്വസിക്കണമല്ലോ, നമുക്ക് ആഗ്രഹിക്കാം അദ്ദേഹം ഡൽഹിയിൽ പോയിട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിവിടെ വന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നുകൊണ്ട് ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ നേരിട്ട് കണ്ടു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സ്വാഗതാർഹമാണ്, സന്തോഷകരമായ ഒരു കാര്യമാണ്. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തന്ന് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒരു സന്തോഷത്തിനുണ്ടല്ലോ, ഒരു മിഠായി ഒക്കെ കൊടുത്തു പോകുമ്പോൾ കേരളത്തിൽ ഒരു പെട്ടെന്ന് ഈ ദുരന്തം കണ്ടിട്ട് അദ്ദേഹത്തിന്റെ കരളലിയുമെന്നും, അതായത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി ഹെലികോപ്റ്ററിലും നേരിട്ട് പോയി കണ്ട് കരളലിഞ്ഞ് പെട്ടെന്ന് തന്നെ ഡൽഹിയിൽ പോയി ചർച്ച ചെയ്യാൻ കാത്തിരിക്കാതെ എന്തെങ്കിലും ഒന്ന് തന്നു പോകും പ്രധാനമന്ത്രി എന്നാണ് ഒരു സാധാരണ മലയാളിയായി എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ അതുണ്ടായില്ല എന്നുള്ളതിൽ എനിക്ക് പ്രയാസവും തോന്നുന്നുണ്ട്. ഇനി ഡൽഹിയിൽ പോയി അദ്ദേഹം പ്രഖ്യാപിക്കട്ടെ, നമുക്ക് കാത്തിരിക്കാം. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കണം. അതിനാവശ്യമായ നടപടികൾ ഡൽഹിയിൽ പോയിട്ട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാം, നമുക്ക് കാത്തിരിക്കാം. ശരി, ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ, അദ്ദേഹം മന്ത്രിസഭാ ഉപസമിതിയുടെ അംഗം കൂടിയാണ്. ശ്രീ എ കെ ശശീന്ദ്രൻ, ഇപ്പോൾ ശ്രീ സലീം മടവൂർ ഇവിടെ പറഞ്ഞത് ഒരു അടിയന്തര സഹായം പ്രധാനമന്ത്രി നൽകിയില്ലല്ലോ, അതിലൊരു വിഷമമുണ്ട് എന്നാണ്. അങ്ങനെ അടിയന്തരമായിട്ട് പുനരധിവാസത്തിന് പണം അനുവദിക്കണമെന്ന കാര്യം കേരളം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതേക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുകയുണ്ടായോ? ഈ മെമ്മോറാണ്ടം എന്ന് പറയുമ്പോൾ നിവേദനം കൊടുത്തതാണല്ലോ ഇല്ലേ കേരളം ഇതിനകം തന്നെ കേന്ദ്രത്തിന്? ഇത് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം വളരെ പ്രതീക്ഷക്ക് വക നൽകുന്ന സന്ദർശനമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഈ ദുരന്തഭൂമി പൂർണ്ണമായും കാണുകയുണ്ടായി. ആശുപത്രിയിൽ കിടക്കുന്നവരെയും ക്യാമ്പുകളിൽ കഴിയുന്നവരെയും അദ്ദേഹം നേരിൽ കണ്ടു. അദ്ദേഹം ഈ ദുരന്തത്തെ താരതമ്യപ്പെടുത്തിയത്
അദ്ദേഹം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ള പഴയ ദുരന്തകാലം സംബന്ധിച്ചാണ്. 1000-ലധികം പേർ മരണപ്പെട്ട ഒരു ദുരന്തം അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. സമാനമായ ഒരു ദുരന്തമാണ് ഇത് എന്നാണ് അതിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി ഞങ്ങൾക്ക് പറയാനുള്ളതെല്ലാം വളരെ വിശദമായി തന്നെ കേട്ടു. മുഖ്യമന്ത്രി കേരളം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. അത് സംബന്ധിച്ച നിവേദനം പ്രധാനമന്ത്രിക്ക് നൽകുകയും ചെയ്തു. സഹായധനം നൽകുന്ന ഘട്ടത്തിൽ അതിന് ഔദ്യോഗിക തലത്തിലുള്ള മറ്റ് കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്, ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. അത് സർക്കാർ തലത്തിൽ ചെയ്യേണ്ട ഔദ്യോഗിക കടമകളിൽ ഒന്നാണ്. ആ കടമകൾ നിർവഹിക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരെയും ഇപ്പോൾ അവിശ്വസിക്കുന്നില്ല. നമ്മൾ ആരെയും മറ്റു തരത്തിൽ കാണാനും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വരെയുള്ള ഞങ്ങളുടെ അനുഭവം എല്ലാവരുടെയും പൂർണ്ണ സഹായവും പൂർണ്ണ പിന്തുണയും ഈ മഹാദുരന്തത്തെ അതിജീവിക്കുന്നതിനായി ലഭിച്ചു പോരുന്നുണ്ട് എന്നാണ്. പ്രധാനമന്ത്രി വന്ന് ഇടക്കാല ദുരിതാശ്വാസം എന്ന കാര്യം അല്ല ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആ പുനരധിവാസത്തോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായം നൽകേണ്ടതുണ്ട്. അവരെ താൽക്കാലിക കേന്ദ്രങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. അവർക്കുള്ള മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഒരു വലിയ വിശദാംശങ്ങളടങ്ങുന്ന റിപ്പോർട്ടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. അത് പുനരധിവാസ പദ്ധതിയെക്കുറിച്ച് നമുക്ക് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണ അനുസരിച്ചാണ് ഏത് തരത്തിലുള്ള പുനരധിവാസമാണ് നടത്തേണ്ടതെന്ന് കൂടി നമുക്ക് സ്വീകരിക്കാൻ കഴിയുക. അപ്പോൾ അത് പരസ്പരം ആലോചിച്ച് ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട വിഷയങ്ങളാണ്. അതിലൊരു തർക്കവും ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇപ്പോഴില്ല. അതുകൊണ്ട് മറ്റൊരു തരത്തിൽ അത് വ്യാഖ്യാനിക്കേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച പ്രതികരണമാണ് പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് നല്ല ലക്ഷണമായി എടുക്കാനാണ്, ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നേരത്തെ ചിലരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കേന്ദ്രമന്ത്രിമാർ ഈ ദുരന്തഭൂമിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തലിന്റെ ഭാഷയിൽ സംസാരിച്ചതായി കേട്ടു. അത് വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഘട്ടത്തിൽ ആരെയെങ്കിലും അവിശ്വസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നത് ദുരന്തബാധിതരായ ഹതഭാഗ്യരോട് ചെയ്യുന്ന വലിയ പാതകമായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരും കൂടി ചേർന്ന് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ഈ ജീവിത ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തവർക്ക് നൽകേണ്ടതുണ്ട്. അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കൊടുക്കണമെങ്കിൽ നാം എല്ലാം ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നവരാണ് എന്ന് അവർക്ക് ബോധ്യമാകണം. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനല്ല ശ്രമിക്കേണ്ടത്, പോരായ്മകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏതുതരം നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ നിർദ്ദേശങ്ങൾ പരിശോധിച്ച് അവർ പ്രായോഗികമാക്കുന്നതിനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇവിടെ ജനപ്രതിനിധികളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ഈ ജില്ലയിൽ നിന്നുള്ള 2 MLA-മാർ ടി സിദ്ദിഖും IC ബാലകൃഷ്ണനും നല്ല നിർദ്ദേശങ്ങളും നല്ല സഹകരണമാണ് ഇതേവരെ നൽകി പോന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള
ജനനേതാക്കളും രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയാണ് സംസാരിക്കുന്നത്. ആ ഐക്യത്തിന്റെ കരുത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദുരന്തബാധിതരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിൽ അർത്ഥപൂർണമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറാമെന്ന് മാത്രമാണ് എനിക്ക്. ശരിയാണ് ശ്രീ എ കെ ശശീന്ദ്രൻ. ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. ഓരോ വാചകത്തിലും അദ്ദേഹം കേന്ദ്രം ഒപ്പമുണ്ട് എന്ന വാക്ക് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം കൂടി മിനിസ്റ്റർ, ഇത് ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ അതിലെന്തെങ്കിലും ഒരു നിർദ്ദേശം ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉയർന്നു വന്നിരുന്നോ? ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച നടന്നിരുന്നോ? കേൾക്കുന്നില്ലേ മിനിസ്റ്റർ? മിനിസ്റ്റർ, ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ചകൾ ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായോ? ഇക്കാര്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായോ? അതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മറുപടി എന്താണ്? അക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും? ആ തരത്തിലുള്ള വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യവും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായിരുന്നു അതിനെക്കുറിച്ചുള്ള മറുപടി? എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ? അല്ല, അതാണല്ലോ അദ്ദേഹം ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീണ പഴയ ദുരന്തത്തെക്കുറിച്ച് അദ്ദേഹം ഓർത്തത്. അതിന് സമാനമായ ഒരു ദുരന്തമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഈ 2000 കോടി എന്ന് പറയുന്നത് അതിപ്പോൾ ഈ പുനരധിവാസത്തിന് മാത്രം ഉദ്ദേശിച്ച് ആ ഒരു നിവേദനമല്ലേ ഇപ്പോൾ നൽകുന്നത്? അത് പക്ഷേ പര്യാപ്തമല്ല എന്നുള്ളതല്ലേ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്? അതിനേക്കാൾ പുനരധിവാസത്തെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംശയമില്ല. നമ്മൾ പുനരധിവാസത്തിന് മാത്രമായി വേണ്ടിവരുന്ന തുക ഏതാണ്ട് കണക്കാക്കിയ ഒരു തുകയാണത്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് നിരവധി പ്രശ്നങ്ങളുണ്ട്. അവർക്ക് സഹായധനം നൽകണം, വാടക കൊടുക്കണം തുടങ്ങിയ നിരവധി ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് നിർവഹിക്കാനുണ്ട്. ആ നിർവഹിക്കുന്ന കാര്യത്തിലും സംസ്ഥാനത്തിന് മാത്രമായി അത് നിർവഹിക്കാനാവുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പുനർനിർമ്മാണ പ്രവർത്തനത്തിലാകെ ഉടനീളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദാരമായ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ, അതിലുള്ള വിഹിതം കൂട്ടുക, ആ രീതിയിലുള്ള നിർദ്ദേശങ്ങളാണോ അതോ ഈ പ്രത്യേക പാക്കേജ് എന്നുള്ളതാണോ കൂടുതൽ? അല്ല, നിലവിലുള്ള സമ്പ്രദായമുണ്ട്. ദുരന്തമുണ്ടാകുമ്പോൾ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം അനുസരിച്ച് സംസ്ഥാനങ്ങളെ സഹായിക്കുന്ന സമ്പ്രദായം കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. പക്ഷെ അതല്ല, ഇതൊരു സ്പെഷ്യൽ കേസായി പരിഗണിച്ച് പ്രത്യേക പരിഗണന നൽകി തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്ന നിലയിലാണ് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചിട്ടുള്ളത്. കേന്ദ്ര സംഘം ഇവിടെ ഒരു പ്രാഥമിക പഠനം നടത്തിയല്ലോ ഇന്നലെ. അപ്പോൾ കേന്ദ്ര സംഘത്തിന്റെ ഈ റിപ്പോർട്ട് അതിനുവേണ്ടി കാത്തിരിക്കുക കൂടിയല്ലേ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ഇപ്പോൾ? അല്ല, അത് ഞാൻ പറഞ്ഞത് ഇതിന്റെ നടപടിക്രമമുണ്ട്. കേന്ദ്ര സംഘത്തെ ഇവിടെ അയച്ചത് പഠിച്ച് കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനാണല്ലോ. അപ്പോൾ സ്വാഭാവികമായ ആ റിപ്പോർട്ട് അവർക്ക് കിട്ടണം. കേരള ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾ നേരിട്ട് കേൾക്കണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണല്ലോ കേന്ദ്ര സംഘവും പ്രധാനമന്ത്രിയും ഇവിടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് പ്രധാനമന്ത്രിക്ക് തീരുമാനമെടുക്കാവുന്ന ഒരു വിഷയം കൂടിയാണ് ഈ പുനരധിവാസ പാക്കേജിന്റെ കാര്യത്തിൽ. അപ്പോൾ ഈ പറയുന്ന കാര്യവും ഒരു ലോജിക്കുള്ളതാണല്ലോ. പെട്ടെന്ന് തന്നെ ഒരു പ്രഖ്യാപനം വരികയാണെങ്കിൽ അത്രത്തോളം കേരളത്തിന് ആശ്വാസമാണല്ലോ. അതുകൊണ്ട് എത്രമാത്രം വൈകിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും, വീണ്ടും ആവശ്യപ്പെടേണ്ടി വരികയും ചെയ്യും. അങ്ങനെ ഒരു വൈകൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണോ? അല്ല, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഇവിടെ കേരളം നടത്തുന്ന പുനരധിവാസം ഉൾപ്പെടെയുള്ള ദുരന്തബാധിതർക്ക് വേണ്ടിയുള്ള പദ്ധതിയിൽ ഒന്നും തന്നെ കേന്ദ്ര സഹായം ഇല്ലാത്തതുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ചിന്ത കേരളത്തിന് ആവശ്യമില്ല എന്നാണ്. ശരി, നന്ദി ശ്രീ എ കെ ശശീന്ദ്രൻ. ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. അദ്ദേഹം മന്ത്രിസഭാ ഉപസമിതി അംഗം കൂടിയായിരുന്നു. ഇന്നത്തെ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തതുമാണ്. ശ്രീ IC ബാലകൃഷ്ണൻ, ഈ
കേന്ദ്രത്തിൻ്റെ സഹായമില്ലാത്തതുകൊണ്ട് ഒരു പദ്ധതിയും ആകാതിരിക്കില്ല എന്ന ഒരു ഉറപ്പ് നൽകിയതോടുകൂടി തന്നെ എത്രമാത്രം കരുതലോടെയാണ് കേന്ദ്രം ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നത് ഉറപ്പായിരിക്കുകയാണല്ലോ. അതുകൊണ്ട് മറ്റു സൂചനകളിലൊന്നും മറ്റു വ്യാഖ്യാനങ്ങളൊന്നും ഇതേക്കുറിച്ച് നടത്തേണ്ടതില്ല എന്നുള്ള മന്ത്രിയുടെ ഈ വാക്കുകൾ അതും നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതല്ലേ? അല്ല, സ്വാഭാവികമായും ഒരു ദുരന്ത മുഖത്ത് നിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് നമ്മൾ പറയേണ്ടതില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനം അത് ഒരു വലിയ പ്രതീക്ഷ ഏകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഇതിൻ്റെ അകത്ത് കേരളം മാത്രമല്ല, കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ മാത്രമല്ല, ആ പ്രദേശത്തുള്ള ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കൊരു രക്ഷകരായി നിരവധി സംഘടനകളും വ്യക്തികളും രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ അവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ കേന്ദ്രത്തിന്റെ സഹായമില്ലാതെ പ്രയാസപ്പെടേണ്ട എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും ഒരു കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇന്നലെ കേന്ദ്ര സംഘം വന്നു. അവർ ആ പ്രദേശം ആദ്യം രാവിലെ വന്ന് ഒരു 12 മണിക്ക് വന്ന് ജനപ്രതിനിധികളും ജില്ലാ കലക്ടറും മന്ത്രിമാരും MLA-മാരുമായിരുന്ന് ഉദ്യോഗസ്ഥന്മാരുമായൊരു ചർച്ച നടത്തി. അവിടുത്തെ പ്രസന്റേഷൻ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് വ്യക്തമായി ജില്ലാ കലക്ടർ സ്ക്രീനിൽ കാണിച്ചു കൊടുത്തു. അതിനുശേഷമാണല്ലോ സ്ഥലം സന്ദർശിക്കുന്നത്. അപ്പോഴും അവർ പറയുന്നു ഇനിയും ഇവിടെ പൊട്ടാനുള്ള സാധ്യതകൾ കാണുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയാനകമായ ഒരു സംഭവമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. അതിന്റെ പിറ്റേ ദിവസമാണ് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ തന്നെ ഈ ഉരുൾപൊട്ടി ഒഴുകി വന്ന മേഖലകളിലുള്ള കരിങ്കൽ കഷ്ണങ്ങൾ, അതോടൊപ്പം തന്നെയുള്ള ഭവനങ്ങളുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ പ്രധാനമന്ത്രി തിരിഞ്ഞ് അദ്ദേഹത്തിന്റെ മനസ്സോടിയത് 1970 ഗുജറാത്ത് ദുരന്തമാണ്. അതാണല്ലോ അദ്ദേഹം കൂട്ടിച്ചേർത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെ മറ്റൊന്നും നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതില്ല. ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായി പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രി അടിയന്തര സഹായം പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊന്നും പ്രതിഷേധമൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അടിയന്തര സഹായം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇവിടെയുള്ളത്. അടിയന്തര സഹായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് വിവിധ ഗവൺമെന്റ് സംസ്ഥാന സർക്കാരുകളും വ്യക്തികളും വ്യവസായികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനാവശ്യമായ ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ അത് അടിയന്തര സഹായമായി ഇവിടെ ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ പ്രഖ്യാപനങ്ങൾ നടന്നു. നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും യോജിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു പദ്ധതിയാണ്. ആ സമഗ്രമായ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയാണ് അവിടുത്തെ എല്ലാ കണക്കുകളും കൂട്ടിച്ചേർത്തപ്പോൾ 2000 കോടിയെന്ന് ജില്ലാ ഭരണകൂടം വിലയിരുത്തിയത്. അത് എഞ്ചിനീയർമാരുണ്ട്, കൃഷി ഓഫീസർമാരുണ്ട്, വാട്ടർ അതോറിറ്റിന്റെ ആളുകളുണ്ട്, ഹൗസുമായി ബന്ധപ്പെടുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ കണക്കുകളുണ്ട്. ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണല്ലോ ഈ 2000 കോടി കേന്ദ്രത്തിന്റെ മുന്നോട്ട് വെച്ചത്. ആ കേന്ദ്രത്തിന് മുമ്പോട്ട് ഇത് വെക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ അടുത്തുള്ള കണക്ക് പ്രധാനമന്ത്രി മുന്നിലേക്ക് എത്തുമല്ലോ. അത് എത്തുമ്പോഴാണല്ലോ സംസ്ഥാന ഗവൺമെന്റിന്റെ, ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന ഗവൺമെന്റിന്റെ നിവേദനം പരിശോധിക്കുക. ആ നിവേദനത്തിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്രമായ ഒരു പ്രൊജക്ട് ഇവിടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കനിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കേരളത്തിലൊരു പ്രതിപക്ഷ അംഗമെന്ന നിലയ്ക്ക്, ഇന്ത്യയിലൊരു പ്രതിപക്ഷ അംഗമെന്ന നിലയ്ക്ക് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീ സലീം മടവൂർ, ഈ അടിയന്തരമായിട്ട് സഹായം പ്രഖ്യാപിച്ചില്ല എന്നതിൽ പിന്നീട് ഇത് ശരി, IC താങ്കളിലേക്ക് വരാം. ശ്രീ സലീം മടവൂർ, അടിയന്തരമായിട്ട് സഹായം പ്രഖ്യാപിച്ചില്ല എന്നതിലൊരു വിഷമം താങ്കൾ പറഞ്ഞിരുന്നു. പക്ഷേ മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞത് അങ്ങനെ ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല എന്നാണ്.
പ്രധാനമന്ത്രിയുടെ അല്ല, വാക്കുകൾ ഒരു മന്ത്രിക്ക് നേരിട്ട് അത് കേട്ടയാളാണ്, ആ അവലോകന യോഗത്തിൽ ഇരുന്നയാളാണ് മന്ത്രി. അതുകൊണ്ട് തന്നെ ആ ഉറപ്പിന്റെ ബലം അദ്ദേഹം പറയുകയാണ്, അതിപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന്. അല്ല, അവിശ്വാസം ആർക്കും ഇല്ലല്ലോ. മന്ത്രിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റും. ഞാനതല്ല പറഞ്ഞത്. നമ്മളിപ്പോ ഒരു രോഗിയെ കാണാൻ പോകുന്നു. അപ്പൊ ആ രോഗിക്ക് ആശ്വാസമായിട്ട് കാണുന്ന സമയത്ത് ഒന്നെങ്കിലും ഒരു ഫ്രൂട്ട്സോ എന്തെങ്കിലും ഒന്ന് കൊടുത്ത് നമ്മളൊരു ആശ്വസിപ്പിക്കില്ലേ? അതേപോലെ അദ്ദേഹം ഇവിടെ വന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, അദ്ദേഹം ഭാവിയിൽ ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹം വന്നു, കണ്ടു, ഹെലികോപ്റ്ററിൽ കണ്ടു, നടന്നു കണ്ടു. അത് വലിയ കാര്യം. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ഈ പാവപ്പെട്ട ആളുകൾ മരിച്ച സ്ഥലത്ത് നേരിട്ട് വന്ന് സന്ദർശിച്ചത് സ്വാഗതാർഹമായ നല്ലൊരു കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം എന്നുള്ള നിലക്ക് പോകുന്ന സമയത്ത് ഒരു അടിയന്തര സഹായം ചെയ്യാമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ശ്രീ ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞു, കേരളത്തിൽ അടിയന്തര പ്രവർത്തനത്തിനാണ് എല്ലാവരും ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുന്നത്. ഇവിടെ എന്താ ചെയ്യുന്നത്? ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ഭാഗത്ത് UDF-ന്റെ നേതാക്കൾ സംഭാവന കൊടുക്കുന്നു, അവരുടെ ശമ്പളം കൊടുക്കുന്നു, സ്വാഗതാർഹം. BJP-യുടെയും ചില ആളുകളൊക്കെ കൊടുത്തു. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ UDF-ന്റെയും BJP-യുടെയും അണികളെ കൊണ്ട് വ്യാപകമായി തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ പ്രചരണം നടത്തിക്കൊണ്ട് ആരും കാശ് കൊടുക്കരുത്, ഇതൊക്കെ ഈ പണമൊക്കെ തന്നെ ഇവിടുത്തെ ഗവൺമെന്റും അല്ലെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ദുർവ്യയം ചെയ്യാനാണ്, ഇതൊന്നും എത്തേണ്ട ആളുകൾക്ക് കിട്ടില്ല എന്ന് വ്യാപകമായി ദുഷ്പ്രചരണം നടത്തിക്കൊണ്ട് ഈ പാവപ്പെട്ട മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും അതേപോലെ തന്നെ നമ്മുടെ മറ്റു പ്രദേശങ്ങളെ വിലങ്ങാട് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ദുരന്തം, ഇന്ന് വിലങ്ങാട് ദുരന്തം നടന്ന സ്ഥലം ഞാൻ ഇന്ന് കാണാൻ പോയി. അവിടെയൊക്കെ തന്നെ എത്രയോ കർഷകര് അവരുടെ ഒരു ജീവിതകാലം മുഴുവനുള്ള അവരുടെ കൃഷി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, വീടുകൾ ഒലിച്ചു പോയിരിക്കുന്നു. ഒരു മാത്യു എന്ന് പറയുന്ന അവിടുത്തെ എന്റെ പാർട്ടിയുടെ ഒരു പഴയ നേതാവ് കൂടെയാണ്. അദ്ദേഹം മറ്റുള്ളവരെ രക്ഷിക്കാൻ പോയപ്പോൾ വെള്ളത്തിൽ ഒലിച്ചു പോയി, അദ്ദേഹം മരിച്ചുപോയി. എല്ലാവരെയും രക്ഷപ്പെടുത്തി അദ്ദേഹം വീട്ടിൽ നിന്ന് പോയി, പക്ഷെ അദ്ദേഹം വെള്ളത്തിൽ ഒലിച്ചു പോയി. വലിയൊരു സങ്കടകരമായ ഒരു കാര്യം അവിടെ നടന്നു. അപ്പോ ഇതൊക്കെ തന്നെ കേരളത്തിലും, അപ്പൊ ആ ഒരു കുടുംബം തന്നെ അനാഥമായി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പോയിട്ട് ഒരു വീട്ടിലെ നാഥൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഇതൊക്കെ എത്രയോ വീടുകൾ അവിടെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിൽ 100 കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഇങ്ങനെയുള്ളൊരു പുനരധിവാസ പ്രവർത്തനത്തിന് കേരളത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പിരിക്കുമ്പോൾ ഒരു വിഭാഗം ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ദുഷ്പ്രചരണം നടത്തുകയാണ്. അത് നിർത്തണം. ഈ ഒരു ദുരന്തമുഖത്ത് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള ദുരിതാശ്വാസ നിധിക്കെതിരായ ദുഷ്പ്രചരണം അവസാനിപ്പിക്കണമെന്ന് ശ്രീ ഐ സി ബാലകൃഷ്ണനെ പോലെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ പരസ്യമായി പറയണം എന്നാണ്. താങ്കൾ ഇപ്പൊ പറഞ്ഞതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. താങ്കൾ രാഷ്ട്രീയത്തിന്റെ യാതൊരു സൂചനയും ഇല്ലാതെ വളരെ തുറന്ന ഒരു ജനപ്രതിനിധിക്ക് ഒത്ത രീതിയിൽ സംസാരിക്കുന്നു, സ്വാഗതാർഹം. അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, കേരളത്തിലെ UDF-ന്റെ അണികളോട് ഇത്തരം സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള ഒരു പരസ്യമായ അഭ്യർത്ഥന കൂടെ നിങ്ങളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇപ്പൊ അതുകൊണ്ടാണ് പല സ്ഥലത്തും ആളുകൾ പേടിച്ചു നിൽക്കുകയാണ്. ഈ പൈസ കിട്ടൂല എന്നങ്ങ് പ്രചരിപ്പിക്കുകയാണ്. ഓരോ ദിവസവും വിവിധ തരത്തിലുള്ള പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് ഇത് കിട്ടില്ല, ഈ പണമൊക്കെ തന്നെ ദുർവ്യയം ചെയ്യും, ആളുകളൊക്കെ തന്നെ പുട്ടടിച്ചു പോകുന്ന പൈസയാണ്, ഇതാർക്കും ഒന്നുമില്ല. ഇത് കേരളത്തിലെ ഗവൺമെന്റിന്റെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ വിവരാവകാശ നിയമപ്രകാരം ചോദിക്കാനും പറയാനും ഒക്കെ ഉള്ള ഫണ്ടല്ലേ? ആളുകൾക്ക് അറിയാമല്ലോ. ഇത് തോന്നിയതുപോലെ കൊടുക്കാൻ പറ്റുമോ? ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് പരിശോധിച്ചുകൊണ്ട് അർഹരായ ആളുകൾക്ക്, ബന്ധപ്പെട്ട MLA-മാരുടെ റെക്കമെൻഡേഷനുള്ള ആളുകൾ, ഇവർക്കൊക്കെ അല്ലേ ശ്രീ ഐ സി തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് എത്രയോ ആളുകൾക്ക് വയനാട്ടിൽ കിട്ടിയിട്ടുണ്ടാവില്ലേ? ഈ പാവപ്പെട്ട ആളുകൾക്ക്, വലിയ രോഗം പിടിച്ച ആളുകൾക്ക്, ചികിത്സക്ക് പണമില്ലാത്ത ആളുകൾക്ക്, അവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ടിനെ വളരെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ 1-2 ആളുകൾക്ക് അത് പ്രത്യേക സാഹചര്യത്തിൽ ചെറിയ സഹായം കൊടുത്തത് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഫണ്ടൊക്കെ തന്നെ ഇങ്ങനെ കൊടുക്കുകയാണ്. ഏതെങ്കിലും സമ്പന്നർക്കാണോ അതും കൊടുത്തത്? അല്ല. വളരെ ദാരിദ്ര്യം പിടിച്ച, പൊതുപ്രവർത്തനത്തിലൂടെ ദാരിദ്ര്യം പിടിച്ച 2 ആളുകൾക്ക് കടം കയറി, അവർ അഴിമതി നടത്താത്തത് കൊണ്ട് കടം കയറി, അങ്ങനെ വലിയ കടത്തിലായിക്കൊണ്ട് മരണപ്പെട്ട 2 കുടുംബങ്ങൾക്ക് ചെറിയ സഹായം കൊടുത്തപ്പോ അത് മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ മുഴുവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. എന്നാലോ UDF-ന്റെ നേതാക്കള് പലരും, ഞാൻ പേര് പറയുന്നില്ല, പലർക്കും നേരത്തെ കൊടുത്തതിനെ കുറിച്ച് ഒരു മിണ്ടാട്ടവും ഇല്ലതാണ്. പല കാലത്ത് കെ കരുണാകരന്റെ കാലം തൊട്ടിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ചർച്ചയാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ഒരു ദുരന്തമുഖത്ത് രാഷ്ട്രീയ ദുഷ്പ്രചരണം അവസാനിപ്പിക്കണം. ഇത് ശരിയല്ല. ഇപ്പൊ എല്ലാവരും ഒറ്റക്കെട്ടായിക്കൊണ്ട് കേരളത്തെ പുനർനിർമ്മിക്കണം. പ്രധാനമന്ത്രി വന്ന് തന്ന സന്ദേശം അത് തന്നെയല്ലേ? ഞങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള അജണ്ടയില്ല. ശ്രീ അമിത്ഷായുടെ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണത്തെ കൂടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരളത്തെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താതെ വളരെ സ്വാഗതാർഹമായ രീതിയിൽ കേരളത്തിൽ പ്രധാനമന്ത്രി വന്നിരിക്കുന്നു. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ
അമിത്ഷാ പാർലമെന്റിൽ കേരളത്തിനെ കുറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു ദുരന്ത മുഖത്ത് സംസാരിക്കാൻ അദ്ദേഹത്തെ പോലെ കഠിന ഹൃദയമുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു വിദ്വേഷ മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. പക്ഷേ സ്വാഗതാർഹം എന്ന് പറയട്ടെ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് വളരെ നല്ല രൂപത്തിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം കൂടുതൽ സഹായം തരുമെന്ന് പ്രതീക്ഷിക്കാം. അതിന്റെ ഒരു സൂചന എന്നുള്ള നിലക്ക് ഇന്ന് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു സഹായം തന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ശരി, അടിയന്തരമായിട്ടൊരു സഹായം അനുവദിക്കേണ്ടതായിരുന്നു എന്നാണ് താങ്കളുടെ നിലപാട്. ഞാൻ ഐസിയിലേക്ക് വരുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകനായ ശ്രീ എം കെ രാംദാസ് ചേരുകയാണ്. അദ്ദേഹം വയനാടുമായി നല്ല അടുപ്പമുള്ളയാളാണ്. വയനാട്ടിലെ പ്രമുഖനായ മാധ്യമപ്രവർത്തകനാണ് ശ്രീ എം കെ രാംദാസ്. അദ്ദേഹം സൂമിൽ ലൈവായിട്ട് വരാനിരുന്നതാണ്, പക്ഷേ ചില നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ പ്രതികരിക്കും. ശ്രീ എം കെ രാംദാസ്, വയനാടിനേറ്റ ഈ മുറിവ് അതുണക്കുവാൻ കേന്ദ്രത്തിന്റെ ഈ പിന്തുണ അത് എത്രമാത്രം സഹായകരമാകുമെന്നാണ് താങ്കൾ കരുതുന്നത്? മഞ്ജുഷ്, വളരെ ഈ ഒരു ചർച്ച ഞാൻ കേട്ടു. എനിക്ക് വീഡിയോട് കൂടിയിട്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. ഒരു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമുക്ക് എന്താണെങ്കിൽ ഈ ഒരു ചർച്ചയിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെങ്കിൽ വളരെ ബാലിശമായിട്ട് ആണോ നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ സമീപിക്കുന്നത് എന്നുള്ളൊരു സംശയമാണ് എനിക്കുള്ളത്. ഒന്നെന്താണെങ്കിൽ ഇപ്പം നമ്മളെ സലീം, നമ്മളെ കൂടെ നേരത്തെ സംസാരിച്ചിട്ടുള്ള സലീം മടവൂർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു പ്രധാനമന്ത്രി വരുന്നു, അദ്ദേഹം എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുന്നു. അദ്ദേഹം ഒരു ഉദാഹരണവും കൂടി പറഞ്ഞു. അതായത് ഒരു രോഗി ആരെങ്കിലും ഒക്കെ സന്ദർശിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കുന്നു എന്നുള്ള നിലയിൽ. അതിനപ്പുറത്തേക്ക് മന്ത്രി തന്നെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്രി കുറച്ചുകൂടി കടന്നു പറയുന്നുണ്ട്, കാരണം അത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള നിലയിൽ. പക്ഷെ നമ്മളെന്താണെങ്കിൽ നമ്മളൊരു ദുരന്തത്തിന്റെ ഈ മുഖത്ത് നിന്ന് നമ്മൾ നിൽക്കേണ്ടത് നമ്മൾ എന്തെങ്കിലും ഒരു യാചക മനോഭാവത്തിലാണോ എന്നുള്ള ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ഉന്നയിക്കാനുള്ള സമയമായിട്ടുണ്ട്, നമ്മൾ ഉയർത്താനുള്ള സമയമായിട്ടുണ്ട്. ഇതിന് പരിഹാരം എന്താണ്? തൽക്കാലത്തേക്കുള്ള ഈ പറയുന്ന ആളുകൾ, മരിച്ചുപോയ ആളുകൾ ഭയങ്കര ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇനി നമ്മൾ എങ്ങനെ ഇത് തടയും, അതിനുവേണ്ടി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതിന് പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ടാകുന്നത്. കാരണം 1984 ആദ്യത്തെ ഉരുൾപൊട്ടൽ, ആദ്യത്തല്ല അതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടാവണം. പക്ഷെ എന്തായാലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുള്ള അനുസരിച്ച് 1984 ഒരു വലിയ ഉരുൾപൊട്ടൽ മുണ്ടക്കയിൽ ഉണ്ടാവുന്നത്. അതിനുശേഷം എല്ലാ വർഷവും പല രീതിയിലുള്ള ചെറിയ തോതിലൊക്കെ ഉള്ള ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. അതിന് തൊട്ടടുത്ത് തന്നെ പ്രദേശത്ത് 2019 വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. നിരവധി മനുഷ്യർ മരിച്ചു പോകുന്നു. നമ്മളൊന്നും ഒരു പാഠവും പഠിച്ചിട്ടില്ല മഞ്ജുഷ്. യഥാർത്ഥത്തിൽ ഒരു വലിയ, അതായത് മുന്നോട്ട് നോക്കുന്ന ഒരു ഭരണാധികാരികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ ഇവര് ആലോചിക്കേണ്ടത് ഇനി എങ്ങനെ നമുക്ക് ഈ മനുഷ്യരെ നമുക്ക് രക്ഷിക്കാം എന്നുള്ളതാണ്. അതിനുള്ള പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതെന്നാണ് എനിക്ക് അവിടെ അതിന്റെ ഒരു അത് നമ്മൾ വൈകി പോകുന്നു. നമ്മളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ എന്നാൽ തൽക്കാലത്തേക്കുള്ള, അതായത് ഈ പറയുന്ന പുനരധിവാസം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നമ്മളുടെ അവകാശമാണ്. സത്യത്തിൽ ഒരു സ്റ്റേറ്റിന്റെ അധികാരമാണ്, ഒരു ബാധ്യതയാണത്. അതായത് ഒരു നാട്ടിലെ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, അത് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. എവിടെ താമസിക്കണം, എവിടെയാണ് സുരക്ഷിതമായ ഇടം എന്ന് നിർണ്ണയിക്കാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം, ചുമതല ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റിനുണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റുകൾക്കുണ്ട്. നോട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ്, എല്ലാ ഗവൺമെന്റുകൾക്കുണ്ട്. അത് നിർവഹിക്കുന്നില്ല. അങ്ങനെ വരുന്ന യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമുക്ക് അങ്ങനെ പോലും പരിഗണിക്കാം. ഈ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായിട്ടുള്ള ഈ അപകടം എന്ന് പറയുന്നത് ഒരു മസാക്കറാണ് യഥാർത്ഥത്തിൽ, ഒരു കൂട്ടക്കൊലയാണ് യഥാർത്ഥത്തിൽ. ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ അതിനെ കുറിച്ച് നമ്മൾ ഒന്നും ആലോചിക്കുന്നില്ല. ഈ ദുരന്ത മുഖത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒന്നും പറയരുത് എന്ന് പറയുന്നതിൽ എന്ത് കാര്യം? നമ്മൾ ഈ മനുഷ്യരുടെ ദുരന്തങ്ങൾ ഇങ്ങനെ കണ്ട് നമ്മൾ ഈ പറയുന്ന സെന്റിമെന്റൽ ആയിട്ടോ അല്ലെങ്കിൽ വൈകാരികമായിട്ട് മാത്രം പ്രതികരിച്ചാൽ പോരല്ലോ മഞ്ജുഷ്. നമ്മൾ ഈ നേതാക്കളൊക്കെ നമ്മൾ എന്തിനാണ് നേതാക്കൾ നമ്മളെടുത്ത് പറയേണ്ടത്? വൈകാരികമായിട്ടുള്ള ഒരു അവരുടെ പ്രതികരണമല്ലല്ലോ നമുക്ക് വേണ്ടത്. നമുക്കിതിന് വളരെ ശക്തമായ ഇടപെടലാണ്. എങ്ങനെയാണ് ഈ മനുഷ്യരെ നമുക്ക് അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുക? എങ്ങനെയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ വലിയ ഈ പറയുന്ന ഈ ടൂറിസം കേന്ദ്രങ്ങളിൽ നിരവധി റിസോർട്ടുകളുള്ള സ്ഥലങ്ങളിൽ, കോറിയിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ, വനം കംപ്ലീറ്റ് ഇല്ലാതായ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന പോലെ ഭൂമിക്കടിയിലെ പ്രകമ്പനം ഉണ്ടായിട്ടുണ്ട്.
നമുക്കൊരു ആശ്വാസത്തിന് വേണ്ടി മാത്രമാണ് നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നത്. അത് ഈ പറയുന്ന പോലെ ഭൂകമ്പം ഭൂകമ്പം ആവരുത്. നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. ഏറ്റവും അതായത് നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഇങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ എവിടെയാണ് സുരക്ഷിതമായ ഇടം എന്ന് ചൂണ്ടിക്കാണിക്കാൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. പ്രധാനമന്ത്രിയുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കേണ്ട അതും കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു ചർച്ചകൾക്കും കൂടി ശരിയാണ് രാംദാസ്, സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കൂടിയാണ്. പിന്നെ പുനരധിവാസത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ മുൻപുണ്ടായ ഉരുൾപൊട്ടലുകളിൽ ഏറ്റവും അവസാനത്തെ 2019 പുത്തുമലയിലെ ഇതുൾപ്പെടെയുള്ള കാര്യം, ഈ ഉരുൾപൊട്ടലുകളിൽ പുനരധിവാസം എന്നുള്ളത് പൂർണ്ണമായും സാധ്യമായിട്ടുണ്ടോ? അതായത് ആർക്കും എതിരഭിപ്രായമില്ലാതെ സന്തോഷക്കുറവില്ലാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ രാംദാസ്? ഇല്ല സാർ, അവിടെയാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം. എല്ലാ ദുരന്ത മുഖത്തും ഇന്ത്യയിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും നമുക്കറിയാം. വയനാടുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് എന്താണെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ താൽക്കാലികമായിട്ട് നമുക്ക് ചില ആളുകളെ പുനരധിവസിക്കാൻ പറ്റുന്നു എന്നതിൽ കവിഞ്ഞ് ഇനി അതായത് നമുക്കറിയാം മുണ്ടക്കയിൽ 1984 കൃത്യമായി 40 വർഷങ്ങൾക്ക് ശേഷം ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെ അപകടം ഉണ്ടാവുകയാണ്. ഈ പറയുന്ന പുത്തുമലയിലുണ്ടായി. ഇതിവിടെ നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്ത് ചെയ്യാൻ കഴിഞ്ഞു? നമുക്ക് ചില ആളുകളെ സഹായിക്കാൻ കഴിഞ്ഞു. അത് മാത്രമാണോ ഒരു സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്? അവിടെയല്ലല്ലോ. നമ്മൾ ഏറ്റെടുക്കേണ്ട ചില ചുമതലകളുണ്ട്. ഈ സമൂഹം എന്നുള്ള നിലയിൽ, പരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റെടുക്കണം. ഇപ്പൊ നമുക്കറിയാം പുത്തുമലയിൽ ഈ പറയുന്ന ആ അപകടത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള ആളുകളെ പുനരധിവാസം എവിടെ വരെ എത്തിയിട്ടുണ്ട്? ആ വീടുകളുടെ നിർമ്മാണം എത്രത്തോളമായി? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ നമുക്ക് ഇപ്പോൾ പോലും കഴിയുന്നില്ല. അവിടെ താമസിക്കുന്ന ഏതാണ്ട് 54 പേരെ ഒരു ഇടത്ത് താമസിപ്പിച്ചിട്ടുണ്ട്. അതായത് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, അതായത് ഒരു സ്ഥാപനം നൽകിയിട്ടുള്ള ഏതാണ്ട് 7 ഏക്കറോളം സ്ഥലത്ത്. അത് തന്നെ വലിയ കളവാണ് സാർ ഇതിൽ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ഈ വീടുണ്ടാക്കുകയും ആ വീട് അവർക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമോ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇടമോ ഒന്നും അവർക്ക് നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം ഈ പറയുന്ന മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് നിരവധി വൻകിട എസ്റ്റേറ്റുകളുണ്ട്. ഈ എസ്റ്റേറ്റുകളുടെ ഭൂമിയുടെ കൈവശം പോലും, ഭൂമിയുടെ അവകാശം പോലും സംശയാസ്പദമാണ്, കോടതികളിലാണ്. അവിടെ ഒന്നും നമുക്ക് ഇടപെടാൻ കഴിയുന്നില്ല. ഇതല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിരന്തരമായി ദുരന്തം ബാധിക്കുന്ന ഒരു ഇടം എന്നുള്ള നിലയിൽ ആ പ്രദേശത്തുള്ള മനുഷ്യരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? അതിനെക്കുറിച്ച് എന്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നില്ല? അവിടുത്തെ ഈ പറയുന്ന വൻകിട എസ്റ്റേറ്റുകളെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? ഇതൊരു ചോദ്യമല്ലേ സാർ? ഈ ചോദ്യം ഉന്നയിക്കേണ്ട സമയം ഇത് തന്നെയല്ലേ? രാംദാസ്, ശ്രീ IC ബാലകൃഷ്ണൻ രാംദാസ് ഉന്നയിച്ച ഈ കാര്യങ്ങളും, അദ്ദേഹം വർഷങ്ങളോളമായിട്ട് മാധ്യമപ്രവർത്തക രംഗത്ത് പ്രവർത്തിക്കുന്നയാളാണ്, വയനാടിനെ ഉള്ളം കൈയിൽ എന്ന പോലെ അറിയാവുന്നയാളാണ് MK രാംദാസ്. ഈ പ്രതിക്ഷോഭങ്ങളൊക്കെ നിരവധി കണ്ടിട്ടുള്ള മാധ്യമപ്രവർത്തകൻ. ശ്രീ IC ബാലകൃഷ്ണൻ, ഇത്തരം കാര്യങ്ങൾ കൂടി കേന്ദ്ര സംസ്ഥാന ചർച്ചകൾക്കിടയിൽ വരേണ്ടതാണല്ലോ. പക്ഷെ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണ്ട എന്നുള്ളതാണോ? ഈ പുനരധിവാസം കഴിയട്ടെ എന്നുള്ളതാണോ? അല്ല, അതിൻ്റെ അകത്ത് രാംദാസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വയനാട് പല പഞ്ചായത്തുകളും പല മേഖലകളും എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ കഴിയും. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയവും ദുരന്തവും, 83 കാലഘട്ടങ്ങളിലുണ്ടായ ദുരന്തവും, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നു, വയനാടിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായൊരു പഠനം നടത്തണമെന്നുള്ളത് പല ഘട്ടങ്ങളിലും മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞു റിസോർട്ടുകളുടെ ടൂറിസം അതിവേഗം വളർന്നു വരുന്ന ദേശീയ ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരു ജില്ലയാണ് വയനാട്. പക്ഷെ പ്രകൃതിക്ക് കോട്ടം ചെയ്യുന്ന രൂപത്തിലുള്ള ടൂറിസം പദ്ധതികൾ, ടൂറിസം വില്ലകൾ ഒക്കെ നിർമ്മിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചല്ലോ, ഇന്നലെ ഒരു പ്രകമ്പനമുണ്ടായി. ഏതാണ്ട് വയനാട്ടിൽ നിന്ന് തുടങ്ങി പാലക്കാട് മറ്റു ജില്ലകളിലൊക്കെ എത്തി. ആ പ്രകമ്പനം പരിശോധിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത്, ആദ്യം വാർത്ത വന്നത് എടക്കൽ അമ്പുകുത്തിമല എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അവിടെയൊക്കെ അനധികൃതമായി സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിച്ചിരിക്കുകയാണ്, സോഷ്യൽ മീഡിയയിൽ വിടുകയാണ്, ദേശീയ ഭൂപടത്തിലേക്ക് വിടുകയാണ്, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി. അതൊക്കെ പരിശോധിച്ച് വളരെ വ്യക്തമായി നിർത്തൽ. അവിടുന്ന് മലമുകളിലാണ്.
കാരണം മഴ പെയ്യുമ്പോൾ മലമുകളിൽ നിന്നും വെള്ളം ചില മേഖലകളിൽ കൂടി ഭൂമിയിലേക്ക് പതിക്കുന്നു എന്നുള്ളതും, അതേ സമയത്ത് മഴയില്ലാത്ത സമയങ്ങളിൽ റിസോർട്ടുകളുടെ ഈ സ്വിമ്മിംഗ് പൂളുകളിൽ നിന്നും വെള്ളം തുറന്നു വിടുന്നതൊക്കെ ഒരു അപകടാവസ്ഥയാണ്. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് വ്യക്തമായുള്ളൊരു പഠനം, താൽക്കാലികമല്ല, ഒരു ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പഠനം നടത്തി ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷണം കൊടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അത് കഴിഞ്ഞ ദിനങ്ങളിൽ മുഖ്യമന്ത്രിയുടെയും അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ സലീം മറ്റൊരു കാര്യം പറഞ്ഞു, ആരാ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നത് വിലക്കിയത്? എന്തിനാണ് കോൺഗ്രസ് നേതാക്കളുടെ തലയിലിടുന്നത്? ഞങ്ങളുടെ പ്രിയപ്പെട്ട KPCC പ്രസിഡന്റ് കെ സുധാകരൻ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയല്ലേ ഞങ്ങളുടെ പ്രതിപക്ഷ MLA ഞങ്ങളുടെ ഒരു മാസത്തെ ശമ്പളം എങ്ങോട്ടാണ് കൊടുക്കുന്നത്? സ്വയം ഞങ്ങൾ ചെയ്യുന്നതല്ല, ഞങ്ങൾ ഗവൺമെന്റിന്റെ അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഗവൺമെന്റിന് വിശ്വാസമുണ്ടാകുമ്പോൾ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ പ്രചരണം നടത്തുന്നു എന്ന് പറയുന്നത് ശരിയില്ല. അങ്ങനെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞല്ലോ, വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ നിന്നെടുത്തു നിന്ന് മലക്കം മലയുന്നത് ശരിയല്ല. ഇതൊരു ദുരന്ത ഭൂമിയിലാണ് നമ്മളുള്ളത്. ദുരന്ത ഭൂമിയിലുള്ള ആളുകളെ കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നത് രാഷ്ട്രീയത്തിൽ കൂടിയോ തെറ്റായ പ്രചരണങ്ങളിൽ കൂടിയല്ല. രാംദാസ് പറഞ്ഞ് വളരെ കറക്റ്റാണ്. ഇത് താൽക്കാലികമുള്ളൊരു സംവിധാനമല്ല. 2019 പുത്തുമലയിൽ ഉരുൾപൊട്ടി, ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചു, 22 ജീവൻ പൊലിഞ്ഞു. തൊട്ടിപ്പുറത്ത് 4-5 കിലോമീറ്റർ അവിടെയാണ് പുഞ്ചിരിമുട്ടവും മുണ്ടക്കൈ ചൂരൽമല. ഇതൊരു പാഠമാണ് നമ്മുടെ മുന്നിൽ. അതുകൊണ്ടല്ലേ പ്രധാനമന്ത്രി അടക്കം ഇവിടെ എത്തിയല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത പ്രതിപക്ഷ നേതാവടക്കമുള്ള മന്ത്രിമാരടക്കമുള്ള സർവകക്ഷി നേതാക്കളടക്കമുള്ള മാധ്യമ മീഡിയ പ്രവർത്തകരടക്കമുള്ള വേദിയിൽ ഞാൻ പറഞ്ഞു, വയനാട്ടിൽ 7 സ്ഥലങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു. വയനാട് ജനിച്ചൊരു വ്യക്തി, വയനാട്ടിനെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് 7 ദിശകൾ ചൂണ്ടിക്കാണിച്ചു. ഈ കഴിഞ്ഞ ദിനങ്ങളിലും ഞങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തി. ഇതൊക്കെ ഒരു ഭയാനകമായൊരു ദുരന്തം വിളിച്ചു വരുത്താതെ ഒരു മുൻകരുതൽ ഉണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞ യാഥാർത്ഥ്യം, അതിനോട് ഞാൻ യോജിക്കുന്നു. അത് രാഷ്ട്രീയത്തിന്റെയോ ഭരണത്തിന്റെയോ നിറവല്ല നോക്കേണ്ടത്. മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണമുള്ള പദ്ധതികളാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ടത്. പക്ഷെ നടപ്പാക്കുമ്പോൾ ഇന്നൊരു ദുരന്തമുണ്ടായി. ഈ ദുരന്ത ഭൂമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആദ്യം അവിടെയുള്ള മുഴുവൻ ആളുകളെയും ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ള, പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ്. എസ്റ്റേറ്റുകളുടെ ശരിയാണ്. വീണ്ടും എസ്റ്റേറ്റ് പാടികളിലേക്ക്, അട്ടമല പോലുള്ള പാടികളിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോകുന്നു എന്നൊരു സൂചന കേട്ടു. ശരിയല്ല. അട്ടമലയാണെങ്കിലും പുഞ്ചിരിമുട്ടുവാണെങ്കിലും മുണ്ടക്കൈയാണെങ്കിലും പുത്തുമലയാണെങ്കിലും ചൂരൽമലയാണെങ്കിലും അവിടെയൊക്കെ ഭീഷണി. അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് കവളപ്പാറ. 100 ജീവൻ പൊലിഞ്ഞ കവളപ്പാറ, പുത്തുമല, മുണ്ടക്കൈ, കവളപ്പാറ ഈ ലൊക്കേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വയനാടിനെ കുറിച്ചുള്ള ഒരു പഠനത്തിന് വിധേയമാകണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ലാതെ ദുരൂഹതകൾ പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ചേരിതിരിവല്ല. അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ അഭിപ്രായ വ്യത്യാസം പറയും. പുനരധിവാസത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ IC ബാലകൃഷ്ണൻ, പുനരധിവാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ തൊട്ട് മുൻപുണ്ടായ ദുരന്തം 2019 പുത്തുമല ദുരന്തത്തിൽപ്പെട്ട ആളുകളെ മുഴുവനായിട്ട് പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ വീഴ്ച എന്താണ് പരിശോധിക്കപ്പെടണം. അവിടെ പുത്തുമല ദുരന്തത്തിൽ അന്ന് ഇരകളായ കുടുംബങ്ങളെ അന്ന് എല്ലാ സംഘടനകളും ഭൂമി വാങ്ങിച്ചു കൊടുക്കുന്നു, ഭവനം നിർമ്മിച്ചു കൊടുക്കുന്നു, ഗവൺമെന്റ് മാറ്റിപ്പാർപ്പിക്കുന്നു. ഈ സാഹചര്യം ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തും, അത് അവിടെ ഞങ്ങൾ അവതരിപ്പിക്കും. അത് രാഷ്ട്രീയമൊന്നും കാണില്ല. രാഷ്ട്രീയ ചേരിതിരിവുണ്ടെങ്കിൽ ഞങ്ങൾ എവിടെയും തുറന്നു പറയും. ശരി, നന്ദി ശ്രീ IC ബാലകൃഷ്ണൻ. എന്തായാലും താങ്കൾ രാഷ്ട്രീയം താങ്കൾ എന്തായാലും ശരി രാഷ്ട്രീയമില്ലാത്ത സംസാരം തന്നെയാണ് താങ്കൾ ഈ ചർച്ചയിൽ ഉടനീളം നടത്തിയത്. എല്ലാ പിന്തുണയും സർക്കാരിന് വാഗ്ദാനം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് താങ്കൾ. അതുമാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിയുടെ ഈ പിന്തുണ അതിൽ താങ്കൾ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. നന്ദി ശ്രീ IC ബാലകൃഷ്ണൻ, ശ്രീ MK രാംദാസ്, ശ്രീ സലീം മടവൂർ,
മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വയനാടിനുള്ള പാക്കേജിന്റെ സൂചനയോ? അതേ എന്ന് 77% പ്രേക്ഷകർ, അല്ല എന്ന് 19%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.